ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിരസത്തിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട ബജിയും ബജി ചട്നിയുമാണ്. ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. അതിനായിട്ട് ഞാൻ 8 കാടമുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം തിള വന്ന് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലോണം വേവായി കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ട് അത് നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് അത് തോടെല്ലാം പൊളിച്ചെടുക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബജിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ബാറ്ററിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കടലമാവ്, ഒരു 100 ഗ്രാമോളം കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് കട്ടയായിട്ട് പിടിച്ചിരിക്കുന്ന മാവാണ്. അപ്പം ഞാനത് ശരിക്കും ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. ബജിയുടെ എക്സാക്ട് കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കാശ്മീരി മുളക് പൊടി നല്ലതാണ്. അപ്പം അതിൽ കുറച്ചുകൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ എരിവുള്ള മുളക് പൊടി, അതും വളരെ കുറച്ചേ ഇടുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂണോ വല്ലതും ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ ഒരു ഫ്ലേവർ അത്യാവശ്യം നമ്മുടെ ബജി നമ്മൾ നോർമലി കടയിലൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കുമ്പോഴത്തേക്കും കായത്തിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് തോന്നാറുണ്ട്. അതാണ് ഞാൻ കുറച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന കടലമാവ് അത്യാവശ്യം നല്ല കട്ടയുള്ളതാണ്. അതുകൊണ്ട് ഈ കട്ടയെല്ലാം ഉടച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു ഫൈൻ പേസ്റ്റ് രൂപത്തിലേക്ക് വരത്തുള്ളൂ. നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം വെള്ളം എങ്ങാനും കൂടി പോവുകയാണെങ്കിൽ എക്സ്ട്രാ കുറച്ച് കടലമാവും കൂടെ ആഡ് ചെയ്ത് അത് കോമ്പൻസേറ്റ് ചെയ്താൽ മതിയാവും. നല്ലോണം മിക്സ് ചെയ്ത് ഒരു ഫൈൻ പേസ്റ്റ് രൂപത്തിലാക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാരലായിട്ട് തന്നെയാണ് ബജി ചട്നി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ബജി ചട്നിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും സെറ്റ് ചെയ്തെല്ലാം വെക്കുക. ഈ ടൈമിൽ മുട്ടയുടെ തോടും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുക്കുക. എല്ലാ മുട്ടയുടെ തോടെല്ലാം കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബജി തയ്യാറാക്കാം. ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അത് നല്ലോണം ചൂടായി കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം ബജി ചട്നിക്കായിട്ട് ഒരു മീഡിയം സൈസ് സവോള സ്ക്വയർ ഷേപ്പിൽ അടർത്തിയെടുത്തതും ഒരു 1/2 തക്കാളിയും കൂടിയാണ് എടുത്തേക്കുന്നത്. ഒരു ചീനച്ചട്ടിയിൽ വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് ഈ മീഡിയം സൈസ് സവോള നമ്മൾ അടർത്തി സെപ്പറേറ്റ് ആക്കി വെച്ചത് മാത്രം ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് 2 മിനിറ്റ്സ് ഒന്ന് വഴറ്റിയെടുക്കുക. അധികം ബ്രൗൺ ഷെയ്ഡോ ഒന്നും ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇപ്പം ഏകദേശം ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിൻ്റെ ഒപ്പം ആ ഹാഫ് സൈസുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ബജിക്കായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ബജിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മാവ് കോട്ട് ചെയ്ത മുട്ട ഓരോന്നും എണ്ണയിലേക്കിട്ട് നല്ലോണം ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന പരുവത്തിൽ വേണം നമ്മൾ ഈ മുട്ട അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിടാനും ആ സൈഡും കൂടെ റെഡിയായി കഴിയുമ്പോഴത്തേക്കും വേണം എണ്ണയിൽ നിന്ന് എടുക്കാനും. ഇപ്പം നമ്മുടെ കാടമുട്ട ബജിയും ബജി ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഈ ചട്നി വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഏത് ബജിയുടെ കോമ്പിനേഷൻ്റെ കൂടെയും പോകുന്ന ഒരു ഐറ്റമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.